ഹലോ, കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നും കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. ഇത് എക്സാം എടുത്തതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണെന്ന് കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the wood that develops in summer is called. The wood that develops in summer is called annual rain, spring wood, autumn wood, late wood. ഏതാണ്? spring wood ആണ്. The wood that develops in summer is called spring wood. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള വുഡ് ഉണ്ട്, അതായത് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും ഉണ്ട്. അപ്പോൾ സ്പ്രിംഗ് വുഡ് എന്താണ്? The wood formed in favorable season is called spring wood. അപ്പം ഇവിടെ ഈ ഒരു ഡയഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് സ്പ്രിംഗ് വുഡ്. ഓക്കെ, ഇതാണ് സ്പ്രിംഗ് വുഡ്, ഇതാണ് സ്പ്രിംഗ് വുഡ്. ഇവിടെ ഇത് അപ്പോൾ ഡാർക്കായിട്ടുള്ള കാണുന്നത്, ഇങ്ങനെ ഒരു ഡാർക്ക് ബാൻഡ് കാണുന്നതാണ് ഓട്ടം വുഡ് എന്ന് പറയുന്നത്. അപ്പം സ്പ്രിംഗ് വുഡ് എന്നാൽ ലൈറ്റർ ഇൻ കളറാണ്. ഇറ്റ് ഇസ് ലൈറ്റ് ഇൻ കളർ ആൻഡ് ഫൈബേഴ്സ് ആർ ലെസ് ഇൻ നമ്പർ. നേരെ മറിച്ച് ഓട്ടം വുഡോ, വുഡ് ഫോംഡ് ഇൻ അൺഫേവറബിൾ സീസൺ ഇസ് കോൾഡ് ഓട്ടം വുഡ്. അപ്പോൾ ഓർത്ത് വെക്കണം, വുഡ് ഫോംഡ് ഇൻ അൺഫേവറബിൾ സീസൺ ഇസ് കോൾഡ് ഓട്ടം വുഡ്. അപ്പോൾ ബാൻഡ് ഓഫ് സൈലം ഇസ് നെയറോ. ഇവിടെ ബാൻഡ് ഓഫ് സൈലം എന്താണ്? നെയറോ ആണ്. അപ്പോൾ സൈലം ഹാസ് നെയറോ ലൂമൺ വിത്ത് തിക്കൻഡ് വാൾഡ് വെസൽസ്. തിക്കായിട്ട് കാണപ്പെടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഡാർക്കർ. ഫൈബേഴ്സ് ആർ അബണ്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ്, thyloses are formed by the enlargement of parenchyma wall, spit membrane, tracheiid membrane, vessel wall. ഏതാണ്? thyloses are formed by the enlargement of parenchyma walls. അപ്പം ഇതാണ് thyloses എന്ന് പറയുന്നത്. ഇതാണ് thyloses. അപ്പോൾ thyloses are formed by the enlargement of parenchyma walls. Okay. Then next, the most preferred organism in the industrial production of citric acid. The most preferred organism in the industrial production of citric acid is Aspergillus niger. ഏതാണ്? Aspergillus niger. അടുത്ത ക്വസ്റ്റ്യൻ, alcohol production involves both yeast and bacteria. Alcohol production involves both yeast and bacteria. For ethanol production in industrial production of ethanol. Okay. For ethanol production in industries, the bacterium employed is, bacteria ആണ് ചോദിക്കുന്നത്. ബാക്ടീരിയ ഏതാണ്? Pseudomonas. Alcohol production involves both yeast and bacteria. For ethanol production in industries, the bacterium employed is Pseudomonas. Next, നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആർ ദ മേജർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമുക്കറിയുന്നതാണ്, നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആർ ദ മേജർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്നത്. ദ പെർസെൻറ്റ് കമ്പോസിഷൻ റെസ്പെക്റ്റീവ്ലി ഈസ്. ഇത്രയാണ് ഇതിൻ്റെ പെർസെൻറ്റ് കമ്പോസിഷൻ എന്നാണ് ചോദിക്കുന്നത്. അതായത് 78:20. ഓക്കെ, 78:20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കാൽവിൻ സൈക്കിൾ 1 molecule of carbon dioxide is fixed by using ഇവിടെ ഇതാണ് ആൻസർ, 3 ATP and 2 NADPH 2 molecule. അപ്പോൾ 3 ATP and 2 NADPH molecule is required to fix 1 molecule of carbon dioxide. ഇതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ the F1 particles of mitochondria are located on the എവിടെയാണ് F1 പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത് ചോദിക്കുന്നത്. എന്താണ് F1 പാർട്ടിക്കിൾസ്? ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് ഓർ ATP സിന്തസിസ് ഡ്യൂറിങ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇത് കാണപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. മൈറ്റോകോൺഡ്രിയൽ എവിടെയാണ്? ഇന്നർ മെംബ്രെയിനിലാണ്. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ ഫേസിങ് ദ മാട്രിക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ, ഇന്നർ മെംബ്രെയിൻ ഫേസിങ് ദ മാട്രിക്സ്. ഓക്കെ, the F1 particles of mitochondria are located on the inner membrane facing the matrix. Next question, reverse transcriptase is a, എന്താണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്.
RNA dependent DNA polymerase. Reverse transcriptase is also known as RNA dependent DNA polymerase or RNA directed DNA polymerase. എന്താണ് ഇതിൻ്റെ റോള്? ഇറ്റ് ഈസ് എ DNA polymerase enzyme that transcribes single stranded RNA into double stranded DNA. It transcribes single stranded RNA into double stranded DNA. അതായത് RNA ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് cDNA ഫോം ചെയ്യുന്നത്. അതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ചെയ്യുന്നത്. ഓക്കെ, ദ DNA obtained from an RNA template by using reverse transcriptase is called cDNA. അത്തരത്തിലുള്ള DNAക്ക് എന്ത് പറയും? cDNA എന്നാണ് പറയുന്നത്. അടുത്തത്, സിസ്ട്രോൺ ഈസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ജീൻ. സിസ്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ജീൻ ആൻഡ് it may have mutants and recons within it. മ്യൂട്ടൻസും ഉണ്ട്, അതുപോലെ തന്നെ റിക്കോൺസും ഉണ്ട്. അപ്പം മ്യൂട്ടൻസ് ആൻഡ് റിക്കോൺസ് വിത്തിൻ ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സീക്വൻസ് ഓഫ് സെൽ സൈക്കിൾ സ്റ്റേജസ് ഈസ്. എന്തൊക്കെയാണ് സെൽ സൈക്കിളിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്? പല G1 G2SM G1S G2M G1 G1 G2M എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് G1S G2M G1S G2M. ഓരോ സ്റ്റേജസിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇൻ്റർഫേസ് സ്റ്റേജിലാണ് വരുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് G1 ഫേസ്. G1 ഫേസിൽ എന്താണ്? സെൽ ഗ്രോത്താണ് നടക്കുന്നത്. ഫോളോഡ് ബൈ എസ് ഫേസ്. എസ് ഫേസിലോ DNA സിന്തസിസ് ചോദിച്ചിട്ടുണ്ട്. DNA സിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ വിച്ച് ഫേസ് ഓഫ് ദ സെൽ ഡിവിഷൻ? അപ്പോൾ എസ് ഫേസ്. ഫോളോഡ് ബൈ G2 ഉണ്ടാ, ഫോളോഡ് ബൈ G2 ഫേസ്. G2 ഫേസിന് സെൽ ഗ്രോത്ത്. ഓക്കെ, അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻ്റർഫേസ് കംസ് ദ മൈറ്റോട്ടിക് ഫേസ്. M phase means the mitotic phase, which is made up of mitosis and cytokines, leads to the formation of two daughter cells. അപ്പോൾ the sequence of cell cycle stages എന്ന് പറയുന്നത് G1 S G2 M. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, the fusion of male gamete with secondary nucleus. ശ്രദ്ധിക്കണം, the fusion of male gamete with secondary nucleus usually result in triploid endosperm nucleus ആണ്. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഡിപ്ലോയിഡ് സൈഗോട്ട്, ട്രിപ്ലോയിഡ് സൈഗോട്ട്, ഡിപ്ലോയിഡ് എൻഡോസ്പേം ന്യൂക്ലിയസ്, ട്രിപ്ലോയിഡ് എൻഡോസ്പേം ന്യൂക്ലിയസ്. അപ്പോൾ അതാണ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമേറ്റ് വിത്ത് സെക്കൻഡറി ന്യൂക്ലിയസ് റിസൾട്ട് ഇൻ ട്രിപ്ലോയിഡ് എൻഡോസ്പേം ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ എന്താണ് എൻഡോസ്പേം? എൻഡോസ്പേം ഇസ് എ ട്രിപ്ലോയിഡ് ടിഷ്യൂ ഇൻ ആൻജിയോസ്പേംസ്. അപ്പോൾ നമുക്കറിയാം, വൺ സ്പേം ഫെർട്ടിലൈസേഴ്സ് വിത്ത് ദ എഗ് ടു ഫോം ദ സൈഗോട്ട്, ദാറ്റ് ടു another sperm joins the polar nuclei forming the triploid nutritive tissue called the endosperm. അപ്പോൾ endosperm എന്താണ്? ഇത് ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ഇറ്റ് സറൗണ്ട്സ് ദ എംബ്രിയോ ആൻഡ് പ്രൊട്ടക്ട്സ് ന്യൂട്രീഷൻ ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. അപ്പോൾ എംബ്രിയോസിന് ന്യൂട്രീഷൻ കൊടുക്കും, അതായത് ഇറ്റ് സറൗണ്ട്സ് ദ എംബ്രിയോ ആൻഡ് പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ഓയിൽസ് ആൻഡ് പ്രോട്ടീൻസ്. എൻഡോസ്പേം. അടുത്തത്, ഇൻഫ്ലോറസൻസിനെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ച് പഠിക്കണം. അപ്പം കേട്ടിട്ട് എക്സാമിനേഷന് സാധാരണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ദ ഇൻഫ്ലോറസെൻസ് ഓഫ് എറേഷ്യ ഈസ്. ഈ ഒരു ഫാമിലിയിലെ ഇൻഫ്ലോറസെൻസ് ഏത് തരത്തിലാണ് ചോദിക്കുന്നത്? സ്പൈക്ക്, സ്പൈക്ക് ഓഫ് സ്പൈക്ലെറ്റ്സ്, സയാന്തിയം, സ്പാഡിക്സ്. ഏതാണ്? സ്പാഡിക്സ് ആണ്. ഇതാണ് സ്പാഡിക്സ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഓർക്കിഡിലെല്ലാം കാണപ്പെടുന്നതാണ് ഈ സ്പാഡിക്സ് ഇൻഫ്ലോറസെൻസ്. ഓക്കെ, അതുപോലെ തന്നെ സ്പൈക്ക് കണ്ട, ഇതാണ് സ്പൈക്ക് ഇൻഫ്ലോറസെൻസ്. സ്പൈക്ക് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത് സയാന്തിയം ഇൻഫ്ലോറസ്, കപ്പ് ഷേപ്പിലായിരിക്കും ഇത്. എന്താണ്? സ്പൈക്ക് ഇൻഫ്ലോറസെൻസ് ആണ്. റെസീമോ, ഇറ്റ് ഈസ് ഇത് ഇങ്ങനെ ഉണ്ടാവുക, ഇലോങ്ങേറ്റഡ് ആക്സിസ് ക്യാരി പെഡിസിലേറ്റ് ഫ്ലവേഴ്സ്, പെഡിസിൽസ് ഓഫ് ഈക്വൽ ലെങ്ത്. ഓരോ പെഡിസിൽ ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇതാണ് റെസീം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലോറസെൻസ് ഒന്ന് എക്സാമിനേഷന് പോകുന്നതിന് മുമ്പിൽ ഇതൊന്ന് നോക്കി വെക്കുക. അടുത്തത്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് proliferated during the period of Permian, Triassic, Jurassic, Cretaceous. ഏത് പീരീഡിലാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് proliferated during the period of Cretaceous? Okay, then next question, Brewer's yeast or baker's yeast.
It is called Saccharomyces cerevisiae. Saccharomyces cerevisiae is also known as brewer's yeast or baker's yeast. അപ്പം ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ ഇൻഫ്ലോറസെൻസിൻ്റെ ഓരോ ഫാമിലിയിലെ ഇൻഫ്ലോറസെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പൈക്ക് ഓഫ് സ്പൈക്ലെറ്റ്സ് കാണപ്പെടുന്നത് ഫാമിലി പൊയേസിയാണ്. പൊയേസിയിൽ സീരിയൽസെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഫാമിലിയാണ്, പൊയേസിയെ ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക, ആവർത്തിച്ച് ക്ലാസ് കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.